Okay, good morning students. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് ആണ് നോക്കുന്നത് ബിസിനസ് എത്തിക്സ്. ഓക്കെ, ബിസിനസ് എത്തിക്സ് അതിന്റെ കോൺസെപ്റ്റ്, ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു രീതി, അങ്ങനെയൊക്കെ ഒരു സംഭവം അല്ലേ? അപ്പൊ ബിസിനസ്സിൽ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? All business needs to follow a set of rules, principles or ethics for all purpose. അല്ലെ? ഏതൊരു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഒരു സെറ്റ് ഓഫ് റൂൾസ്, ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, സെറ്റ് ഓഫ് എത്തിക്സ്, ഇതൊക്കെ എല്ലാ കാര്യങ്ങൾക്കും പാലിച്ചുകൊണ്ടായിരിക്കും ഒരു ബിസിനസ് ഉണ്ടാവുക. അതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ. ഒരു എത്തിക്സ് പരമായിട്ടായിരിക്കും എല്ലാ ബിസിനസ്, അതായത് എന്താ പറയാ, നമ്മളെ ലോ ആൻഡ് ഓർഡർ ഒക്കെ പാലിച്ചുകൊണ്ട്, ഹ്യൂമൻ റിസോഴ്സസിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട്, അതേപോലെ നാച്ചുറിനെ പരിഗണിച്ചുകൊണ്ട്, അങ്ങനത്തെ ഒക്കെ നടക്കുന്ന രീതിയിൽ ഒരു എത്തിക്സ് പരമായിട്ടായിരിക്കും ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. These fundamental rules must be followed by business, including offering their customers high quality products and services and fair losses. അതേപോലെ തന്നെ അതിലൊരു ബിസിനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു ബിസിനസ്സിൽ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ പ്രധാനമാണ്. അപ്പൊ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതും, അതേപോലെ അവർക്ക് അഫോർഡബിൾ റേറ്റിലുള്ളതും, അതേപോലെ തന്നെ ഫെയർ കോസ്റ്റ്, അതന്നെ അഫോർഡബിൾ റേറ്റിലുള്ളതും, അതേപോലെ തന്നെ എന്താണ്, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിക്കുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും ഒരിക്കലും നമ്മളൊരു ബിസിനസ് വഴി, നമ്മളല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് വഴി നമ്മൾ എന്താ പറയുക, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സിൽ നമ്മൾ പറയുന്നത്. ഇപ്പൊ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് ഫസ്റ്റ് നമ്മൾ നോക്കാം. കോൺസെപ്റ്റ് എന്താണ്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് വൈ എത്തിക്സ് ഈസ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ടു ഹ്യൂമൻ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ, ഇറ്റ്സ് ഇന്റർപ്രിട്ടേഷൻ ക്യാൻ വേരി ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അതായത് എന്താണ്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എത്തിക്സ് പരമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്, നമുക്ക് പേഴ്സണൽ ടു പേഴ്സണൽ അല്ല, അപ്ലിക്കബിൾ ആണ്. അതേപോലെ അതിലെ ഹ്യൂമൻ ക്യാരക്ടേഴ്സ്, ഹ്യൂമൻ ബിഹേവിയർ, അവരുടെ ഇന്റർപ്രിട്ടേഷൻ, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ദ ഡെഫിനേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് ആർട്ടിക്കുലേറ്റഡ് ആസ്, ബിസിനസ് എത്തിക്സിന്റെ ഡെഫിനേഷൻ എന്താ? ദ സ്റ്റഡി ഓഫ് പ്രൊഫഷണൽ പ്രാക്ടീസസ്. ഒറ്റ ലൈനേ ഉള്ളത്, സ്റ്റഡി ഓഫ് പ്രൊഫഷണൽ പ്രാക്ടീസസ് ആണ് എന്ത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓർ ഓഫൺ, അതായത് ഹ്യൂമൻ കണ്ടക്ട്, പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയൽസ്, മോറൽ, ഗുഡ്, ജസ്റ്റിസ്, ഹോണസ്റ്റി, ഇതൊക്കെ തന്നെ എന്തിൽ വരുന്നതാണ്? എത്തിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ച് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഒരു ബിസിനസ് എത്തിക്സിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് വൺ, കോഡ് ഓഫ് കണ്ടക്ട്. വാട്ട് ഈസ് കോഡ് ഓഫ് കണ്ടക്ട്? Code of conduct serves as a manifestation of business ethics. അതായത് നമ്മൾ ഒരു ബിസിനസ് എത്തിക്സിനെ, മാനിഫെസ്റ്റേഷൻ ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാല് കോഡ് ഓഫ് കണ്ടക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ ബിസിനസ് എന്താണ് ചെയ്യേണ്ടതെന്നും, ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണമെന്നും, എത്തിക്സ് പരമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എങ്ങനെ മീറ്റ് ചെയ്യണമെന്നൊക്കെ, അതും എത്തിക്കലി എങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ കോഡ് ഓഫ് കണ്ടക്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂ ആസ് ഫൗണ്ടേഷൻ, അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ അതിനൊരു മോറലും ആയിരിക്കണം, ഒരു സോഷ്യൽ വാല്യൂ ഉള്ള ബിസിനസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫോർ കമ്പനീസ് ഗൈഡ് ദെയർ ഓപ്പറേഷൻസ്. ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസിന്റെ പരമായിട്ടായിരിക്കണം ആ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. Then safeguarding stakeholders, അതായത് functions as a protective mechanism for various stakeholders associated with the business, including customers, employees. അതായത് ആ ബിസിനസ് കൊണ്ട് നമുക്ക് എന്താണ്, കസ്റ്റമേഴ്സ് ആയാലും, എംപ്ലോയീസിനായാലും, സപ്ലയേഴ്സിനായാലും, വെൻഡേഴ്സിനായാലും, ഷെയർ ഹോൾഡേഴ്സിന് ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് അതിലുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യണം? അവരൊക്കെ സേഫ് ആക്കിക്കൊണ്ട്, സേഫ് ആക്കുക മീൻസ് അവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള രീതിക്കായിരിക്കണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ഫണ്ടമെന്റൽ ഫ്രെയിംവർക്ക്, അല്ലെ?
ഒരു ഫണ്ടമെന്റൽ ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കണം, അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം എന്ത് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അതായത് കമ്പനി എക്സ്പെക്ടഡ് ടു കണ്ടക്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് അതിൽ കണ്ടക്ട് ചെയ്യാം, അത് നാച്ചുറൽ പരമാണോ, ഇക്കോണമിക്കലി ആണോ, അതല്ലെങ്കിൽ ലീഗൽ ആണോ, അങ്ങനെയുള്ള എല്ലാ ഫണ്ടമെന്റൽ എന്താ പറയാ ഫ്രെയിംവർക്കും നമ്മൾ സെറ്റ് ചെയ്യുക. ലീഗലിയോ അതേപോലെ നാച്ചുറൽ പരമായിട്ടായിരിക്കണം. അതായത് നമ്മളെ നാച്ചുറൽ ഡിസാസ്റ്റർ വരുന്ന രീതിക്കുള്ള ബിസിനസ്സും കാര്യങ്ങളൊന്നും ആവാതിരിക്കുക. അപ്പൊ എത്തിക്സ് പരമായിട്ട്. ദെൻ വോളണ്ടറി നേച്ചറൽ ആയിരിക്കണം. അതായത് mean to adopt willing companies operating with the border regulatory framework. അതായത് എല്ലാ റെഗുലേറ്ററി ഫ്രെയിംവർക്കും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വോളണ്ടറി നേച്ചർ ആയിരിക്കണം എന്തിനും ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് റിലേറ്റീവ് ഇൻ നേച്ചർ. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ബിസിനസ് എത്തിക്സിന് ഉണ്ടാവുന്നത്. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഒരു ബിസിനസ് എത്തിക്സിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾ, നമ്മളിപ്പോ ഫീച്ചർ നോക്കി എന്തൊക്കെ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഹോണസ്റ്റി ആൻഡ് വെറസിറ്റി ഇൻ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ. അതായത് എല്ലാ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ എല്ലാ കാര്യങ്ങളും ഹോണസ്റ്റ് ആയിരിക്കണം, അതേപോലെ ഹൈലി സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം. ദെൻ ട്രസ്റ്റ് വർത്തിനെസ് അല്ലെ, നമ്മളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് നമുക്ക് ട്രസ്റ്റ് വർത്ത്, കസ്റ്റമേഴ്സിനായാലും അല്ലെങ്കിൽ എല്ലാ ഹ്യൂമൻ ബീങ്സിനെ ട്രസ്റ്റ് വർത്ത് ആയിരിക്കണം അല്ലെ, അങ്ങനെ ആയിരിക്കണം. ദെൻ അക്കൗണ്ടബിലിറ്റി, അതായത് റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ ഇറ്റ്സ് ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് മേഡ് ഈസ് പ്രിപ്പയർ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അതായത് റെസ്പോൺസിബിൾ ആയിരിക്കണം ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അത് ആരുമായിട്ടായിരിക്കും? മെയിൻലി കസ്റ്റമേഴ്സുമായിട്ടായിരിക്കും അല്ലെ. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്തതും എത്തിക്കലി നമ്മള് ട്രസ്റ്റ് വർത്തിനെസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള രീതിക്കായിരിക്കണം എന്തെന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. ദെൻ ഫെയർനെസ് ഉണ്ടായിരിക്കണം. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ, അതായത് നേരത്തെ പറഞ്ഞ എല്ലാ അതിലുള്ള എന്തൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടോ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫെയർ ആയിരിക്കണം. അതായത് അവർക്കൊക്കെ നീതി പുലർത്തിക്കൊണ്ടുള്ളതായിരിക്കണം ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ റെസ്പെക്ട് ഉണ്ടായിരിക്കണം, കെയറിംഗ് ആയിരിക്കണം, സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, കംപ്ലൈൻസ്, അതായത് കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലൈന്റ് ഉണ്ടായിരിക്കണം എന്നാണോ? അല്ല. അതായത് കംപ്ലൈൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗവേണിംഗ് ദ റൂൾസ് ആൻഡ്, അതായത് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കണം ബിസിനസ്. അപ്പം ഗവൺമെന്റിന്റെ ആ ഇത് പാലിക്കാത്തതാണെങ്കിൽ നമ്മൾ ആ ബിസിനസ് എന്താ പറയാ മുന്നോട്ടേക്ക് റൺ ചെയ്യാൻ ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പം കംപ്ലൈൻസ് ആയിരിക്കണം. ദെൻ കോൺഫ്ലിക്ട് ആൻഡ് ഓഫ് ഇൻട്രസ്റ്റ് മാനേജ്മെന്റ്, അതായത് അവോയ്ഡിങ് സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് റിലേഷൻഷിപ്പ് ഓഫ് പേഴ്സണൽ, അതായത് നമുക്ക് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അതിൽ ഓരോ വ്യക്തികളും പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ലാതെ ഒരു ബിസിനസ് ആണ് നമ്മൾ മൊത്തം എല്ലാ ബിസിനസ്സും അല്ല എല്ലാവരും ഒന്നാണ്, ഓൾ ഇൻ വൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കണം ബിസിനസ് റൺ ചെയ്യുന്നത്. അതായത് പേഴ്സണൽ എന്താ പറയാ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാവുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് ഒരു ബിസിനസ് എത്തിക്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? അതായത് മോറൽ ആൻഡ് ഇന്റഗ്രൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വെറൈറ്റി ഓഫ് റീസൺസ് ഇൻക്ലൂഡിങ്. എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ബിസിനസ് എത്തിക്സിൽ ഉണ്ടാവുന്നത്? ഫസ്റ്റ് വൺ, ബിൽഡ് കസ്റ്റമർ ലോയാലിറ്റി. ഒരു കസ്റ്റമർ ലോയാലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബിസിനസ് എത്തിക്സിനെ സംബന്ധിച്ച് അല്ലെ. കസ്റ്റമേഴ്സിന്റെ ഒരു ബിസിനസ് എന്തൊരാളും ബിസിനസ് തുടങ്ങുന്നതിന് ആരെ മുന്നോട്ട് കണ്ടിട്ടായിരിക്കും? കസ്റ്റമേഴ്സിനെ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ലോയൽറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്, ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്, അവരെ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക, അവരോട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കുക, അവർക്ക് ബിസിനസിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്, ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ദെൻ എൻഹാൻസ് കമ്പനീസ് റെപ്യൂട്ടേഷൻ. കമ്പനീസിന്റെ റെപ്യൂട്ടേഷൻ ഒരു ദിവസം കുറയ്ക്കാൻ പാടുണ്ടോ? ഇല്ല, അത് എൻഹാൻസ് ചെയ്തെടുക്കണം. നമ്മൾ ഡേ 1 തുടങ്ങുന്ന ബിസിനസ്സിന് നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ അതിന്റെ എന്താ പറയാ റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ തേർഡ് പോയിന്റ് എന്താ? റീറ്റെയിൻ ഗുഡ് എംപ്ലോയീസ്. നല്ല ഗുഡ് എംപ്ലോയീസിനെ റിറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. അതായത് നമ്മളെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റിന് ഉപരി
നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ബിസിനസ് എന്നുള്ള രീതിക്ക് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഉള്ള ഗുഡ് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുക. അറിയാലോ, നമ്മൾ എംപ്ലോയീസിനെ ഒരു ഓണർ ആൻഡ് എംപ്ലോയി ഇതിൽ കാണാതെ നമുക്ക് അവർക്കുള്ള എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ടും അവരെ ഹാപ്പി ആക്കിക്കൊണ്ടും എല്ലാ കസ്റ്റമേഴ്സ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ വർക്ക് നടക്കുകയും വേണം. അങ്ങനെ എല്ലാവരും നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫ്രെയിം വർക്കിൽ നമ്മൾ ബിസിനസ് സെറ്റ് ചെയ്യുക. ദെൻ അവോയ്ഡ് ലീഗൽ പ്രോബ്ലംസ്, അതായത് അൺവാണ്ടഡ് ഇഷ്യൂസ്, അതായത് മാൽ പ്രാക്ടീസ്, എന്താ പറയാ ഫ്രോഡുകൾ, അങ്ങനത്തെ ഒന്നും കാണിക്കാതെ നമ്മൾ ഗുഡ് ഫെയ്ത്തിൽ എന്താ പറയാ ബിസിനസ് മുന്നോട്ട് റൺ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ലീഗൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻസിലാണ് എന്തൊക്കെ വരുന്നത് ബിസിനസ് എത്തിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ് എത്തിക്സ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഒരു ബിസിനസ് എത്തിക്സിന് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് ഫസ്റ്റ് വൺ എത്തിക്കൽ ലീഡർഷിപ്പ്. ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം ഒരു ബിസിനസ്, അല്ലെ? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് ഒരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ലൊരു ലീഡർഷിപ്പ് നമുക്ക് അത് എത്തിക്കലായിട്ട് നമ്മൾ എന്താ പറയാ ഫ്രോഡ് തരം അങ്ങനെയൊന്നും കാണിച്ചിട്ടല്ല, ഗുഡ് വേയിലായിരിക്കണം എന്ത് ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഒരു എത്തിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ദെൻ കോർപ്പറേറ്റ് വാല്യൂസ്, അല്ലെ? കോർപ്പറേറ്റ് വാല്യൂസ് ഒക്കെ ഉൾക്കൊണ്ട്, അതായത് ഒരു സെറ്റ് ഓഫ് കോർ വാല്യൂസ് ഉണ്ടായിരിക്കണം. അതുപോലെ മോറൽ പ്രിൻസിപ്പിൾസ്, ദെൻ ഡയറക്റ്റ് ഡിസിഷൻ മേക്കിംഗ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് പാലിച്ചും കോർപ്പറേറ്റ് വാല്യൂ പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം ബിസിനസ്. ദെൻ കോഡ് ഓഫ് കണ്ടക്ട്. കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അതെന്താണ്? അക്സെപ്റ്റബിൾ കണ്ടക്ട്, മോറൽ, എല്ലാ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അതിന്റെ എല്ലാ പ്രിൻസിപ്പിളും എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസിനെ ഡെവലപ്പ് ചെയ്തിരിക്കുക. അങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരിക്കണം. കംപ്ലൈൻസ് ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസിലൊക്കെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. കംപ്ലൈൻസ് ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു കള്ളത്തരായിരിക്കരുത്. നമുക്ക് ലീഗലി ഒരു അല്ലെങ്കിൽ ഗവൺമെന്റ് കാര്യങ്ങളിലും ഒക്കെ തന്നെ ഒരു എന്തായിരിക്കും ട്രാൻസ്പെറൻസി ആയിരിക്കണം. അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ഫെയർ ട്രീറ്റ്മെന്റ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ പറഞ്ഞല്ലോ ഈക്വൽ ആയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഒരു ഫെയർ ട്രീറ്റ്മെന്റ് ആയിരിക്കണം. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇതിന് എൻവയോൺമെന്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം, അല്ലെ? എൻവയോൺമെന്റിന് ഡാമേജസ് ഉണ്ടാവുന്നതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്പോയിൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ബിസിനസ് ആവരുത്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ദെൻ മെഷറിംഗ് റിസൾട്ട് ആയിരിക്കണം. ദെൻ ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ദെൻ പബ്ലിക് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട്, പബ്ലിക്കേഷൻ ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലൈൻസ് മെക്കാനിസംസ് ഇൻവോൾവിംഗ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്, എല്ലാ എംപ്ലോയീസിനെയും എന്താ പറയാ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ബിസിനസിന്റെ എല്ലാ ഫ്രെയിം വർക്കും വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും എസെൻഷ്യൽ, ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് നോക്കി, കുറെ 12ഓളം പോയിന്റ്സ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത്രയും എലമെന്റ്സ് ഉണ്ടായിരിക്കണം. ഇതിനൊരു എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഇതിന് ഒരു ബിസിനസ് എത്തിക്സിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഈ ഫീച്ചറിലും പ്രിൻസിപ്പിൾസിലും പറഞ്ഞ അതേ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് എലമെന്റ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പൊ ഇത്രയും നമ്മൾ നോക്കി ബിസിനസ് എത്തിക്സ് എന്താ നോക്കി, അതിന്റെ ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾസ്, ഇമ്പോർട്ടൻസ് നമ്മൾ ചെക്ക് ചെയ്തു. ദെൻ എസെൻഷ്യൽസ് ഓഫ് ബിസിനസ് എലമെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ.